നമസ്കാരം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ വ്യോമപ്രതിരോധ സംവിധാനം ഇപ്പോൾ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. ദീർഘനാളത്തെ കാത്തിരിപ്പിനും പരീക്ഷണങ്ങൾക്കും ശേഷം റഷ്യ തങ്ങളുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ കവചമായ S-500 പ്രോമിത്യൂസ് ഔദ്യോഗികമായി വിന്യസിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് നാറ്റോ സഖ്യത്തിനിടയിൽ വലിയ ചർച്ചകൾക്കാണ് ഈ വിന്യാസം വഴി തുറന്നിരിക്കുന്നത്. 2025 ഡിസംബറിൽ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഈ വാർത്ത സ്ഥിരീകരിക്കുമ്പോൾ അത് ആഗോള സൈനിക ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി മാറുകയാണ്. നിലവിൽ ലോകത്തെ മികച്ച പ്രതിരോധ സംവിധാനമായ S-400ന്റെ പിൻഗാമിയായാണ് S-500 വരുന്നത്. എന്നാൽ ഇതൊരു വെറും പരിഷ്കരിച്ച പതിപ്പല്ല. ലോകത്ത് ഇന്നുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയതും കൃത്യതയുള്ളതുമായ ആയുധമാണിത്. ഏകദേശം 600 കിലോമീറ്റർ അകലെയുള്ള ശത്രുക്കളെ ഇതിന് തകർക്കാനാകും. ശബ്ദത്തേക്കാൾ 5 മടങ്ങ് അധികം വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ പോലും തടയാൻ S-500 പ്രാപ്തമാണ്. കേവലം വിമാനങ്ങളെ മാത്രമല്ല, ബഹിരാകാശത്തെ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളെപ്പോലും വീഴ്ത്താൻ ഇതിന് കഴിയും എന്നത് ഇതിനെ ഒരു സ്പേസ് ഡിഫൻസ് സിസ്റ്റം കൂടിയാക്കി മാറ്റുന്നുണ്ട്. റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവ് വ്യക്തമാക്കിയത്, ആദ്യത്തെ S-500 റെജിമെന്റ് മോസ്കോയ്ക്കും സെൻട്രൽ റഷ്യയ്ക്കും ചുറ്റുമുള്ള മേഖലയുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നും യുക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ അതിർത്തികളിൽ തങ്ങളുടെ സുരക്ഷാ കവചം ശക്തമാക്കുക എന്നതാണ് ഇതിലൂടെ റഷ്യ ലക്ഷ്യമിടുന്നത് എന്നും അമേരിക്കയുടെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റമായ താഡിനേക്കാൾ ഒരു പടി മുന്നിലാണ് S-500 എന്നാണ് റഷ്യൻ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. ഒരേ സമയം 10 ടാർഗറ്റുകളെ വരെ നേരിടാനുള്ള ശേഷി ഇതിനെ അജേയമാക്കുന്നുണ്ട്. ഈ വിന്യാസം ഇന്ത്യക്കും ഏറെ പ്രാധാന്യമുള്ളതാണ്. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന S-400 ട്രയംഫിന് ശേഷം ഭാവിയിൽ S-500 സ്വന്തമാക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്കും താൽപ്പര്യമുണ്ട്. ഇന്ത്യയുമായി ഈ മിസൈൽ സാങ്കേതിക വിദ്യ പങ്കുവെക്കാനും സംയുക്തമായി നിർമ്മിക്കാനും തയ്യാറാണെന്ന് റഷ്യ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഇത് വലിയൊരു കരുത്തായി മാറിയേക്കാം. യുദ്ധതന്ത്രങ്ങളിലും ആയുധ വിപണിയിലും S-500 വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിൽ തർക്കമില്ല. ആകാശത്ത് ശത്രുക്കൾക്ക് കടന്നുകയറാൻ കഴിയാത്ത ഒരു കോട്ടയായി S-500 മാറുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.